ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ കറി തന്നെയാണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനെന്താ, ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടി ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ, നാടൻ കറി പോലെ ഒരു ഫ്ലേവർ കിട്ടുക. നിങ്ങളുടെ അടുത്ത് എന്തെണ്ണ ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് ചെയ്താൽ മതി. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയും കൂടി ചെയ്യുക. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന സമയത്ത് ഞാനതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി നടുക കീറിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഉള്ളി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ടാണ് രണ്ടാക്കി മുറിച്ചിരിക്കുന്നത്. ഇനി ഇത് ഉള്ളി നല്ലപോലെ വഴന്ന് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി, കളർ മാറി വന്നാൽ മതി. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇടുന്നത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി ഇടുക കേട്ടോ, പുളിപ്പുള്ളതല്ല, പഴുത്ത തക്കാളി ഇടുക. തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം. ഇതേപോലെ ആവുന്ന സമയത്ത് നമ്മളിത് ഫ്ലെയിം ഓഫാക്കണം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരക്കണം കേട്ടോ, അപ്പോഴാണ് ചാറിന് നല്ല കുറുക്കം കിട്ടുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. മസാല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണയിൽ പൊടികളിട്ട കരിയുമില്ല, അതുപോലെ തന്നെ ചാറ് നല്ല കുറുക്കം കിട്ടും, കളറും കിട്ടും. അതിന് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടി പോകരുത് മീൻ കറിയിലേക്ക്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി എടുക്കുക. മീൻ കറി ആകുമ്പോൾ കുറച്ച് എരിവ് വേണമല്ലോ. അതിന് ശേഷം ഇനി നമുക്ക് ചാറുണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചത്. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി നല്ലപോലെ ചായച്ചെടുത്താണ് കേട്ടോ, ഇടികല്ലിലിട്ടിട്ട്. വെളുത്തുള്ളി എണ്ണയിലിടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും മീൻ കറിക്ക്. മീൻ കറിയൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും, പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരുന്നാൽ കേടും വരില്ല. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, അതും ഇടികല്ലിലിട്ടിട്ട് ഇടിച്ചതാണ്. മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്താലും മതി. ഉള്ളി ഒന്ന് വഴന്ന് നല്ല ഒരു ഗോൾഡൻ കളറായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ അരച്ച പേസ്റ്റ് മീൻ ചാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിക്കും. ഒക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വഴറ്റണത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻ ചാറിൽ തക്കാളി വേവിക്കാണ്ട് അരക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തക്കാളി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ ചാറിലത്തെ. ഞാനിതിലേക്ക് മൊത്തം അതിലേക്ക് മീഡിയം സൈസുള്ള 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം വഴന്നിട്ടുണ്ട്. തക്കാളി വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം ഞാനിത് നമ്മൾ അരച്ച് വെച്ച മിക്സ് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്, എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കലക്കി വെച്ച മുളകിൻ്റെ മിക്സിയിലെ മസാല അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും പാടെ ഇളക്കി നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒഴിച്ച എണ്ണ തെളിഞ്ഞ് വരണം. പെട്ടെന്ന് വഴന്ന് കിട്ടട്ടെ പറഞ്ഞിട്ട് തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ. പിന്നെ ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തതാണത്.
നമ്മളിട്ട മസാലയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം പുളി ഒഴിച്ച് കൊടുക്കുക. പുളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചാറ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് 1 കിലോ മീനായിട്ടുള്ള ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിള വരട്ടെ. ആ തിള വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തിയൊക്കെ എല്ലാവർക്കും ചുടാൻ അറിയുമല്ലോ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. ഇതപ്പോഴേക്കും ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം അപ്പോൾ അത് ഇളക്കി നോക്കുമ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെറിയ ഉള്ളി കൂട്ടുമ്പോൾ തന്നെ നന്നായിട്ട് ചാറ് കുറുകി വരും. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. നിങ്ങൾ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഞാനിത് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് അയിലയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏത് മീൻ വേണമെങ്കിലും ഇട്ടിട്ട് ചാറ് വെക്കുക. തുണ്ട് വെട്ടണ മീനോ അയിലയോ മത്തിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇട്ടിട്ട് ചാറ് വെക്കുക. അതുപോലെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഒരാൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവരിത് കാണുമ്പോഴാണ് കുഴപ്പമില്ലാതെ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ പറയണത്. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചാറ് മീനിൻ്റെ മേലെ നിൽക്കണം കേട്ടോ. മീനൊക്കെ അടിയിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളച്ച സമയത്ത് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ചാറിലേക്ക് ഇതിലത്തെ ഉപ്പും പുളിയൊക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ചാറിലേക്ക് മീനിൻ്റെ എല്ലാ ടേസ്റ്റും ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുകയും ചെയ്യും. നമ്മളിതെല്ലാം വഴറ്റി ഉണ്ടാക്കിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേട് വരില്ല. അതുകൊണ്ട് ഒരു പൊട്ട് പോലും മീൻ ഉടഞ്ഞിട്ടുമില്ല. ഞാൻ 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ചിരിക്കുന്നത്. ചാറ് കാണുമ്പോൾ ഇപ്പം അങ്ങനെയല്ല. ഇത് ഇരിക്കും തോറും നല്ല പോലെ കുറുകി വരും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ കുരുമുളകിൻ്റെ പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിക്കുക. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത് നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഇത് കുറുകും കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. നമ്മളിപ്പോൾ കൂട്ടണതിനെക്കാട്ടിയും ടേസ്റ്റ് ആയിരിക്കും വൈകുന്നേരത്ത് കൂട്ടുമ്പോൾ. വൈകുന്നേരത്ത് കൂട്ടിയതിനെക്കാട്ടിയും ടേസ്റ്റ് ആയിരിക്കും നാളെ കൂട്ടുമ്പോൾ. അങ്ങനെ ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പിലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സോഡാപ്പൊടിയും പഴമൊന്നും കൂട്ടാണ്ട് അത് ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു.